നമസ്കാരം. ഞാൻ സജി നന്ദിയായിട്ടാണ്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ജഡ്ജിമെന്റ് വന്നിട്ടുണ്ട്. ആ ജഡ്ജിമെന്റ് ഇതാണ്. ഞാൻ ഇന്നലെ ഇത് കാണണം, നിങ്ങൾ 4 ഇത് ചെയ്തെടുത്തതാണ്. ഒരു 6500 രൂപ മുടക്കിയിട്ടുണ്ട്. നമ്മുടെ അക്കാഡമിക് സമൂഹം ഇത് ചർച്ച ചെയ്യണം. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, മുഴുവനായിട്ടില്ല. എങ്കിലും നമുക്ക് വേണ്ട ഭാഗം നടിയെ ആക്രമിച്ച ബന്ധപ്പെട്ട് ദിലീപിന്റെ ഭാഗമാണ് നമുക്ക് വേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംവദിക്കാനുണ്ട്. കാരണം ചാനലുകാരും ഇനിയിപ്പോ ഇതിനകത്തെ മുഴുവൻ കാര്യങ്ങളും പൊതുസമൂഹത്തോട് പറയത്തില്ല. അവരിപ്പോ തന്നെ യൂട്ടേൺ അടിച്ചു കഴിഞ്ഞു. അവർ പറയുന്നത് പബ്ലിക് പോളിസിക്കുള്ള വീഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് അവരെ രക്ഷപ്പെടുകയാണ്, എസ്കേപ്പ് ചെയ്യാം. അപ്പം നമ്മളെ പച്ചയ്ക്ക് കളിപ്പിക്കുക എന്നതിന്റെ സാരം. അപ്പൊ അതേക്കുറിച്ചൊരു സംവാദമാണ്. എന്നോടൊപ്പം ബഹുമാനപ്പെട്ട ഷാജി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം എല്ലാ കാര്യങ്ങളും വിവക്ഷിക്കുകയും ചെയ്യുന്ന ബോധ്യം ചില കാര്യങ്ങൾ ഉള്ളയാളാണ്. ഈ കേസ് ഫോളോ ചെയ്യുന്ന ആളാണ് തുടക്കം മുതൽ. ഒട്ടേറെ വ്യവഹാരങ്ങൾ നടത്തി, കേസുകൾ നടത്തി പരിചയപ്രജ്ഞനായ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഷാജി ഇതിന് ആപ്റ്റാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പരസ്പരം സംവദിക്കുന്നത്. ദിലീപ് തെറ്റ് ചെയ്തു എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അത് അവരുടെ ഇഷ്ടമാണ്. യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ ഒരു സൈഡിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സംവാദം ആരംഭിക്കുകയാണ്. അല്ലേ? നമസ്കാരം ഷാജി. നമസ്കാരം. ഷാജിക്ക് ഈ കേസ് വീക്ഷിക്കുമ്പോ ആദ്യം മുതൽ തുടക്കം മുതൽ വീക്ഷിക്കുന്ന ഒരാളാണ്, ഒരു പൗരൻ. അതെ, ആരുടെ സൈഡൊന്നും അല്ല. ഷാജിക്ക് ഈ കേസിനെ കുറിച്ച് ഇപ്പൊ പറയാനുള്ളത് എന്താ? ഇപ്പൊ പറയാന്ന് പറഞ്ഞാൽ 2017 ഫെബ്രുവരി 17 ഈ സംഭവം സംഭവിക്കുന്നത്. 2018 ഈ വിഷയം പത്രദ്വാര നമ്മളെല്ലാം അറിഞ്ഞു. പക്ഷെ എനിക്ക് അന്ന് തൊട്ട് പല സംശയങ്ങളുണ്ട്. പക്ഷെ ദിലീപിനെ ഒഴിച്ചു ബാക്കി പല സംശയങ്ങളുണ്ട്. ഈ പോലീസ് പറഞ്ഞതിലും പത്രത്തിൽ വന്ന വാർത്തകളിലും ഒക്കെ വളരെ സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങൾ ദൂരീകരിക്കുന്ന രീതിയിലാണ് പിന്നീട് 2022 വന്ന ഗൂഢാലോചന കേസ് തൊട്ട് നമുക്കതിൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പോരായ്മകൾ കണ്ടു. അത് സാറുമായിട്ട് ഒന്ന് പങ്കുവെക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. ഇപ്പൊ ജഡ്ജ്മെന്റ് വന്നപ്പോഴ് മിനിഞ്ഞാന്ന് ജഡ്ജ്മെന്റ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹണിയം വർഗീസ്, ഞാൻ മനസ്സിലാക്കുന്നത് രാത്രി 1 മണിക്ക് പത്രക്കാരെ വിളിച്ചു. അവരൊന്നും വീട്ടിൽ പോയില്ല. വൈകിട്ട് രാത്രി വളരെ വൈകിയാ പോയത്. അപ്പൊ ഒരു പത്രപ്രവർത്തകനോട് പറഞ്ഞ് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ജഡ്ജ്മെന്റ് ഇതാണ്, പൊതുസമൂഹത്തിൽ നിങ്ങൾ അരാജകത്വം സൃഷ്ടിക്കുന്ന തരത്തില് വാർത്തകൾ പ്രചരിപ്പിക്കരുത്. നിങ്ങൾ ഇതിന്റെ സത്യം ജനത്തോട് പറയാം. പത്രങ്ങൾക്കുള്ള ഒരു ഉത്തരവാദിത്വ സമൂഹത്തോടുണ്ട്. സത്യാവസ്ഥ വെളിയിൽ പറഞ്ഞുകൊണ്ട് നല്ല മെസ്സേജ് സമൂഹത്തിന് കൊടുക്കണം. അവരെ ഈ വിധിക്കൊരു കോട്ടിംഗ് ഇട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ കോട്ടിംഗ് ഇങ്ങനെയാണ്: നീതി നടക്കട്ടെ, ആകാശം ഇടിഞ്ഞു വീണാൽ. അതാണ് നീതി നടക്കട്ടെ, ആകാശം ഇടിഞ്ഞു വീണാൽ. അത് മാത്രമല്ല, അതിനകത്ത് വലിയൊരു സപ്പോർട്ടിംഗ് ഉണ്ട്. ഊഹോപോഹങ്ങളും നമ്മുടെ ധാരണകളും എന്താകില്ല, തെളിവാകില്ല. പൊതുബോധങ്ങളും തെളിവാകില്ല. ഇതില് ഞാൻ ഇത് മുഴുവൻ വായിച്ചില്ല, കാരണം വായിക്കാനായിട്ട് നമുക്കറിയാലോ അത്ര പേജുണ്ട്. ഇതില് ഒന്നാമത്തെ കാര്യം, ദിലീപിലേക്ക് നമുക്ക് വരുന്ന ശേഷം ദിലീപിനെ അറിയാനാണല്ലോ, ദിലീപിന്റെ പങ്കറിയാൻ ആൾക്കാർക്ക് ഇഷ്ടം. അപ്പൊ ഇതിൽ ആദ്യം പറയുന്നത് ദിലീപിലേക്ക് ഇത് എത്തുന്നത് എപ്പോഴാണ്? എത്തുന്നത് 2017 ജൂൺ 14 ആദ്യമായിട്ട് പുള്ളിയെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നത്. അതും സുപ്രീം കോടതിയുടെ 2008 ഒരു സുപ്രധാനമായ ഇതുണ്ട്, 41A CRPC നോട്ടീസ് കൊടുത്ത് ഒരു പ്രതിയെ വിളിപ്പിക്കാവുന്നതുണ്ട്. അതിനും 9 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന ഈ കേസിൽ അങ്ങനെ ഒരു നടപടി പോലീസ് കാണിച്ചിട്ടില്ല. തുടക്കത്തിലെ ലാപ്സ.
അത് പോലീസിന് അറിയാൻ തെളിവുകളൊന്നുമില്ല. ഒരാളെ അങ്ങനെ ഒരു നോട്ടീസ് നൽകി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണെങ്കിൽ അവർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് പോകും. മുൻകൂർ ജാമ്യത്തിന് പോകുമ്പോൾ ചെയ്ത് അപ്പൊ പോവുകയാണെങ്കിൽ ഹൈക്കോടതി സ്വാഭാവികമായിട്ടും ചോദിക്കും, നിങ്ങൾക്ക് പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ ശരി, തെളിവ് കൊണ്ടുവരാൻ പറയും, കേസ് ഡയറി ഹാജരാക്കാൻ പറയും. തെളിവ് ഇവരുടെ ഇല്ല. ആ തെളിവുകൾ ഇവർക്ക് ഇല്ലാത്ത സ്ഥിതിക്ക് ഇവർ കോടതിയോട് പറയേണ്ടി വരും അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമില്ല. അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അറസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. പിന്നെ എല്ലാം കോടതിയുടെ അനുമതിക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 41A അപ്പൊ അതായത് യാതൊരു സുപ്രീം കോടതി നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് യാതൊരു നോട്ടീസും കൊടുക്കാതാണ് അപ്പൊ കൊടുക്കാനുള്ള ശ്രമം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഷാജിയുടെ ഒരു നിഗമനത്തില്, ഞങ്ങളുടെ നിഗമനങ്ങൾ ഞങ്ങളെ പൊതുസമൂഹം കേട്ടതാണ്, ഇത് മുൻകൂട്ടി ആശ്രയം ചെയ്തതല്ലേ? സാറേ തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് 2008 അർണാബ് വേഴ്സസ് ബീഹാർ സ്റ്റേറ്റ് ഓഫ് ബീഹാറുമായിട്ടുള്ള ഒരു കേസിൽ സുപ്രീം കോടതി 41A CRPC നോട്ടീസിന്റെ ഇത് പറയുന്നുണ്ട്. ആ പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിയെ കൊണ്ട് ഇരുട്ടത്ത് നിർത്തി ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ചോദ്യം ചെയ്യാനോ ഇരിക്കാനോ ഒന്നും അല്ല പറയുന്നത്. ഒരാളെ വിസിബിൾ ആയിട്ടുള്ള ഒരു അഭിഭാഷകനെ കേൾക്കുന്നതല്ല, ദൂരെ നിന്ന് അയാളുടെ സാന്നിധ്യത്തിൽ വേണം ചോദ്യം ചെയ്യാനെന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലോ പോലീസ് ക്ലബിലൊക്കെ വിളിച്ച് CRPC 41A നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കാം. പക്ഷെ ഇത് വിളിപ്പിച്ചത് കാർണിവൽ ഗ്രൂപ്പിന്റെ ഗസ്റ്റ് ഹൗസിലേക്കാണ് വിളിപ്പിക്കുന്നത്. ആ വിളിപ്പിച്ചിട്ട് 1-2 തവണ വിളിപ്പിച്ചിട്ട് കുഴപ്പമില്ലാതെ ദിലീപ് പോകുന്ന ധൈര്യത്തിലാ ഈ ജൂലൈ 10 ചെല്ലുന്നത്, മൂന്നാമത് ചെല്ലുന്നത്. അതേ സമയത്ത് ദിലീപ് ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യം വിളിപ്പിച്ചു, സേഫ് ആയിട്ട് പോന്നു, രണ്ടാമത് അത് തന്നെ ഏറ്റവും വലിയൊരു തെളിവാക്കി എടുത്തോണ്ട് ഹൈക്കോടതി പോകണമായിരുന്നു. ഇവർ നോട്ടീസ് കിട്ടിയില്ല, പോലീസ് നോട്ടീസ് തരാതെ വിളിച്ചിട്ട് പോലും ഞാൻ നിയമത്തെ അനുസരിച്ച് ചെല്ലുന്ന ഒരാളാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ പുള്ളി പരാജയപ്പെട്ടു. പുള്ളി പോലീസിനെ അന്ധമായിട്ട് വിശ്വസിച്ചു. കാര്യം അങ്ങനെ ഒരു സ്ഥലത്ത് അറിയത്തില്ല. അപ്പൊ ഒരു കാരണവശാലും പ്രതീക്ഷിക്കുന്നില്ല. ഒരു കാരണവശാലും രണ്ടാമതും മൂന്നാമതും പുള്ളി പോകാൻ പാടില്ലായിരുന്നു. ആ പോകുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കണമായിരുന്നു. ആ ഹൈക്കോടതി ഡയറക്ഷൻ അനുസരിച്ച് പോയിരുന്നെങ്കിൽ ഇവരുടെ ഒരു കളിയും പിന്നീട് അത് എ.വി. ജോർജ് അറസ്റ്റ് ചെയ്യുന്നത്. അല്ല, എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് ഈ ട്രാക്ക്, ഇവരുടെ പ്രൊഫഷണൽ ട്രാക്ക് വളരെ മോശമുള്ള ആൾക്കാരുടെ വാക്കുകളെയാണ് അവർ സർവീസിലേക്ക് നല്ല പേര് കൽപ്പിച്ചത് നമ്മുടെ ശ്രീലേഖ IPS, അതുപോലെ TP സെൻകുമാർ. അവരൊന്നും പറയുന്ന വാക്കുകൾക്ക് ഒരു വിലയും പൊതുസമൂഹത്തിലേക്ക് കൊടുക്കാൻ ചാനലുകാരും ഇവരും അനുവദിച്ചില്ല. ഇവരുടെ വെളിയിലേക്കുള്ള നറേഷൻ അതാണ്. അതായത് ദിലീപിനെ കൊടുക്കാൻ ഇതിനു മുമ്പ് ഒരു പ്ലാൻ നടന്നു. ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് തന്നെ പെട്ടെന്നുണ്ടായ ഒരു സംഭവത്തിന് ശേഷം ദിലീപിനെ കൊടുക്കാൻ ശ്രമിച്ചതല്ല. എന്റെ ഒരു ധാരണ, ഞാനിത് ഫോളോ ചെയ്യുന്ന ആളെന്നതിൽ ഷാജി, എന്റെ ഒരു ധാരണയാണ്. ഓക്കെ, നമ്മൾ നേരിട്ട് ആരും കണ്ടിട്ടില്ലല്ലോ. ഇല്ല. പക്ഷെ എന്റെ ഒരു ധാരണ, ഞാൻ സിനിമയിൽ നിന്ന് മനസ്സിലാക്കിയത് ഇതിനു മുമ്പ് പ്ലാനിങ് നടക്കുന്നുണ്ട്. സിനിമയില് 2 മേനന്മാരുണ്ട്. ഡയറക്ടറും, ഒരു മേനോൻ ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാം കൂടെ നടനും ഒക്കെ മേനോനാണ്. ഇവര് 2 മേനോന്മാരെ ഒരു മേനോൻ തിരക്കഥ എഴുതി കൊടുത്തു. ഓക്കെ, ഏതാ എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. പേര് ബാക്കി പറയാത്ത മേനോന്മാർ ഒത്തിരി പിന്നെ പേര് പറഞ്ഞാൽ പിന്നെ നമ്മള്, അപ്പോ അങ്ങനെയാണ് ഇതിനൊരു നല്ലൊരു, സാധാരണ ഈ പോലീസിന് ഇങ്ങനെ കഥ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ ക്രിമിനോളജിസ്റ്റുകളാണ് അല്ലേ, അറിയാമായിരിക്കും. അപ്പൊ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് ദിലീപ് കല്യാണം കഴിച്ചു എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന കാരണം. അപ്പൊ ഇവിടെ ജീവിപ്പിക്കത്തില്ല എന്ന പ്രതിജ്ഞയിൽ നിന്നാണ് ഇതിന്റെ ആരംഭം. അത് കറക്റ്റ്. അതുകൊണ്ടാണല്ലോ മാടം. ഇപ്പൊ പോലീസ് കോടതിയില് നമ്മളിപ്പോ പ്രേക്ഷകരോട് പറയട്ടെ, നിങ്ങള് ഇതൊരു 5-6 എപ്പിസോഡ് കാണും. ഞങ്ങളൊരു അരമണിക്കൂർ താഴെ വെച്ചത് കട്ട് ചെയ്യും. പാർട്ട് 1, പാർട്ട് 2 എന്ന് പറഞ്ഞിങ്ങനെ പോകും. കാരണം നിങ്ങളത് മനസ്സിലാക്കി വെക്കാനാണ്. നിങ്ങളെ വിശ്വസിക്കണമെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും ഒരു നിർബന്ധമില്ല. പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് പോകുമ്പോൾ നമുക്ക് ഒരു നിരപരാധി, ഇപ്പൊ നിങ്ങൾ നാളെ ഒരു നിരപരാധിയാണെങ്കിൽ ഒരു ട്രാപ്പിൽ പെട്ടാൽ നമ്മളെ പെടുത്താൻ പറ്റും. നമ്മൾ നിസ്സഹായരാകുന്ന ചില അവസ്ഥ ഉണ്ട്, ഞാനും നിങ്ങളുമല്ല. അപ്പൊ നിസ്സഹായരാകുമ്പോൾ നാളെ ഒരാൾക്ക് ഇത് ഉണ്ടാവരുത്. അതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പൊ ഇനിയിപ്പോ ദിലീപിനെ പറഞ്ഞു വിട്ടല്ലോ, പക്ഷെ നാളെ ഇത് മറ്റൊരു മനുഷ്യന് അല്ലേ ഉണ്ടാവരുത്. അത് ചിലപ്പോൾ നാളെ നിങ്ങളാവാം, ഞാനാകാം. അപ്പൊ ഇത് സമൂഹത്തിന് ഒരു സന്ദേശം കൊടുക്കണം. ഇത് കോടതി എന്താണെന്നും നിയമം എന്താണെന്നും അറിയാൻ വയ്യാത്ത പാവങ്ങളെ ഈ ചാനലുകാര് വളരെ അവർക്ക് വൈരാഗ്യം തീർക്കാനും അവർക്ക് റേറ്റിംഗ് കൂട്ടാനും പരസ്യം കൂട്ടാനും ഒക്കെ അവര് വിളിച്ചു പോകുന്നതാ പൊതുജനങ്ങൾക്ക് അറിയത്തുള്ളൂ. ഇവര് പറയുന്ന മുഴുവൻ കേട്ട് 8 വർഷമായിട്ട് ഇവര് വൺ സൈഡാണ്. ഈ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്ത് അല്ലെങ്കിൽ വാദിഭാഗത്തിന്റെ ഭാഗത്തു നിന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം അല്ലെ സംഭവിച്ചിരിക്കും. അല്ലെ പിന്നെ പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നൊന്നും പോയിട്ടില്ല.
എനിക്ക് സംശയം വരാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊച്ചിയിൽ ഒരുപാട് പ്രൊഫഷണൽ കൊട്ടേഷൻ ഗ്രൂപ്പുകളുണ്ട്. ഇവരാരോപിക്കുന്ന ഈ ദിലീപ് എന്ന് പറയുന്ന നടന്റെ തെറ്റല്ലാത്ത സമ്പാദ്യമുണ്ട്. ഈ പൾസർ സുനി എന്ന് പറയുന്ന ഈ ബൈക്ക് മോഷണം നടത്തി ആ ബൈക്കിൽ നടന്ന് മാലമോഷണം നടത്തുകയും ഹൈവേ റോബറി നടത്തുകയും ചെയ്ത ഒരു പിടിക്കപ്പെടുന്നത്. ഈ നാലാംകട ക്രിമിനലിനെ 1.5 കോടി രൂപ വാടകയ്ക്ക് എടുത്ത് ഈ ഒരു 1.5 കോടി രൂപയ്ക്ക് വാടകയ്ക്ക് എടുക്കുക. ആ വാടകയ്ക്ക് എടുത്തിട്ട് ഈ മഹാൻ 10,000-20,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. ആരെങ്കിലും ഇത്രയും വലിയ, അതായത് മിനിമം ഈ നിർഭയ കേസ് കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ഇതിന്റെ ശിക്ഷയെല്ലാം വർദ്ധിപ്പിച്ച് 20 വർഷം കുറഞ്ഞ ശിക്ഷയാണ്. മറ്റത് മാക്സിമം ശിക്ഷ ജീവപര്യന്ത. അങ്ങനെ ഒരു കേസിന് 10,000 രൂപ മേടിച്ചോണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് പുറപ്പെടും. ഒന്ന്. രണ്ടാമത് ഇനി 1.5 കോടി രൂപ കൊടുക്കുമെന്നും അത് കിട്ടുമെന്നും പ്രതീക്ഷിച്ച് തന്നെ ഒരാളാണല്ലോ ഇത് ക്രൈം ചെയ്യാൻ പോകുന്നത്. ആ ക്രൈം ചെയ്യാൻ പോകുന്ന ഒരാള് ആ ഇരയോട്, ആ പെൺകുട്ടിയുടെ അവസരത്തിൽ പറയുകയാണ് ഇതൊരു കൊട്ടേഷനാണ്. ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിന്റെ 1.5 കോടി രൂപ കൊടുക്കേണ്ട അന്നദാതാവിനെ ഒറ്റി കൊടുക്കുന്നതിന്റെ ആദ്യത്തെ ചുവടുവെപ്പായിട്ട് ഒരു ക്രിമിനലും ഇത് പറയത്തില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതിനകത്തൊരു സംശയത്തിന്റെ നിഴല് ഈ ഇരക്കിട്ട് കൊടുക്കുക. അപ്പം ഇരക്കല്ല, അതായത് പൊതുസമൂഹം ഇട്ട് കൊടുക്കും. അല്ല, ഇരയാണല്ലോ മൊഴി കൊടുക്കുന്നത്, FI മൊഴി കൊടുക്കുന്ന ഇരയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും FI മൊഴി കൊടുക്കുന്ന അവസരത്തില് ഇരയോട് പോലീസിന്റെ മിടുക്കന്മാരാണ്, കേരള പോലീസ് എന്നാണല്ലോ വെപ്പ്. അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ഈ പ്രതിയെ മുൻപ് അറിയാവോ? ഇവരുടെ മുൻവൈരാഗ്യം ഉണ്ടോ? നിങ്ങൾക്ക് മറ്റു ശത്രുക്കളുണ്ടോ? ഈ ശത്രുക്കള് നിങ്ങൾ ആരെയും സംശയമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കേസ് ബാക്കി എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുള്ളൂ. അപ്പൊ ഈ അവസരത്തിൽ ഈ പെൺകുട്ടി പറയുകയാണ്, എനിക്ക് ഇവന്റെ ഒരു സംശയം വെച്ചിട്ട് ദിലീപിനെ സംശയം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ 2017 ഏപ്രിൽ 18 കൊടുത്ത കുറ്റപത്രത്തിൽ തന്നെ ഇത് പോലീസ് വിവരിക്കും. അതിനകത്തില്ല. അപ്പൊ ആ നിലയ്ക്ക് അതുവരെ ലാസ്റ്റ് പറഞ്ഞാണ് എനിക്ക് ബാക്കി വായിക്കണം. തിരക്കഥ. അപ്പൊ അത് പറയുമ്പോ പോലും ആ കുട്ടിക്ക് സംശയമില്ല. മോതിരത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കണം, കേൾക്കണം കേട്ടോ. ഈ മോതിരത്തിന്റെ കാര്യമുണ്ട്. മോതിരം ഈ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അത് കാണുമെന്ന് പറഞ്ഞു, പക്ഷെ അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടേ ഇല്ല. അവസാന റൗണ്ടിൽ ഇവർക്ക് ഇത് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഇതുണ്ടല്ലോ വരയ്ക്കുമ്പോൾ കറക്റ്റ് ഫൈനൽ ടച്ച് കൊണ്ട് പറഞ്ഞു. അതായത് തള്ള തിരക്കഥയാണ്. അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്രൈം നടക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരു സംശയമായിട്ട് പോലീസ് ചോദിക്കുന്നു, കാരണം സംശയം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ എങ്ങാനും ദിലീപുമായിട്ട് സംശയം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പോയി 6-ാം ദിവസം പിടി കൊടുക്കുന്നുണ്ട്. 23 ഫെബ്രുവരി നാടകമാ. ഈ പോലീസ് അപ്പൊ തന്നെ പിടിക്കാം. കാരണം ലാലിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ടവർ ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്തു? ഇവര് പിടിച്ചില്ല. അതൊക്കെ നാടകമാണ്, ഭയങ്കര തിരക്കഥ. സിനിമയെ വെല്ലുന്ന തിരക്കഥ. സിനിമയാക്കിയെങ്കിൽ അത് 200 ദിവസം കൂടിയാണ്. അതെ. എന്നിട്ട് ഇവരെ പിടിക്കാതെ ഇവർ ആദ്യം കയറി വീട് അന്വേഷിക്കത്തില്ല. ആദ്യം കയറി വീട് ഇപ്പോഴും കിടപ്പുണ്ട് ചാനലിൽ. അതൊന്നും അന്വേഷിക്കാതെ ഇവരെന്ത് ചെയ്തു? ഇതിനകത്ത് കുറച്ച് പാളിച്ച വരുമല്ലോ, ആ പാളിച്ച മറച്ചോണ്ടിരുന്നു. ഈ പോലീസ് കോടതിയിൽ വരുമ്പോൾ അവിടെ ഉരുട്ടി പിടിക്കുന്ന ഒക്കെ നാടകമാണ്. അപ്പൊ ഇതിനകത്ത് ഈ ഇവരെല്ലാം പിടി കൊടുക്കുന്നത് മാറ്റം ഉൾപ്പെടെ ആദ്യമേ തന്നെ പോലീസ് കസ്റ്റഡി കൊടുക്കുന്നതിന്റെ കാര്യം ഇവരുടെ എല്ലാം മൊഴി എങ്ങനെയെങ്കിലും ദിലീപിലേക്ക് ഈ സാധനം എത്തിക്കണമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഒരു പരിപാടി ഇവര് മാറ്റിനെ ശരിക്കും ഇതേക്കുറിച്ച് അറിയാവോ? എനിക്കൊരു അറിയാതിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാതിരിക്കാൻ വഴിയില്ല. അതിന്റെ കാര്യം ഇത് പിടിക്കപ്പെട്ടെങ്കിലേ ഉള്ളൂ ഇത് അന്വേഷണത്തിൽ പെട്ടെന്ന് തന്നെ ദിലീപ് എത്തുള്ളൂ. ഇവര് പിടിക്കപ്പെടുന്നില്ലേ പോലീസ് വേറെ വഴികൾ അന്വേഷിച്ചു നടക്കും. അപ്പൊ ഇത് കേസ് അനന്തമായിട്ട് നീണ്ടു. എനിക്കൊരു ഡൗട്ട് ഷൈഡ് ചോദിക്കാനുള്ളത്, നമ്മൾ സാധാരണ ഒരു കേസ് നോക്കുമ്പോൾ ലോക്കൽ പോലീസല്ല അവിടെ SHO അല്ലേ കേസ് എടുക്കേണ്ടത്. അതെ. പക്ഷെ ഇത് അങ്ങനല്ല വന്നത്. അല്ല, ഡയറക്റ്റ് പൊക്കിപ്പോയി. അതെ, എന്നാ പൊങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഈ ലാലിന് അറിയാൻ മേലാതെ ചിലപ്പോ പെട്ടെന്ന് ആ ഒരു എന്നാലും ലോക്കൽ പോലീസ് അല്ല, ലോക്കൽ പോലീസ് FIR ലോക്കൽ പോലീസ് SHO എടുത്തോളൂ. അത് ഞാൻ ചോദിച്ചാൽ പെട്ടെന്ന് ഇവര് ഹൈ പ്രൊഫൈൽ ഉള്ളവരില് ഈ അന്വേഷണം അറിവേടാണെന്നാണ് എന്റെ വിശ്വാസം. കാര്യം എനിക്ക് ആ വിശ്വാസം. അല്ലെങ്കിൽ ഈ പെൺകുട്ടിയായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമായിരുന്നു. അവരൊന്നും പോയില്ല, അവിടെ നിന്നുകൊണ്ട് തന്നെ ഫോണിലുള്ള ഓപ്പറേഷൻസ് ആണ് നടത്തിയത്. അതുപോലെ ഈ നമ്മളൊരു ഇത് ചെയ്താലും മെഡിക്കൽ ചെയ്യേണ്ടത് അപ്പൊ തന്നെ വിഷ്വൽസ് ഉണ്ടല്ലോ. ഇപ്പൊ വിഷ്വൽസ് ഉണ്ടല്ലോ. ഈ ഇവര് പറയുന്നത് ഇവിടെ ഷൂട്ട് ചെയ്തെന്ന് നമ്മൾ ആദ്യം തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് മെഡിക്കലിന് വേണമെങ്കിൽ ഒരു സെക്കൻഡറി ഇതായിട്ട് കൊടുക്കും. മസ്റ്റായിട്ട് വേണം, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും എവിഡൻസ് എടുത്തെന്ന് പറഞ്ഞ പ്രതി എടുത്തെന്ന് പറഞ്ഞ വിഷ്വൽസ് ഉണ്ട് ഇവരുടെ. അപ്പൊ അത് വേണമെങ്കിൽ അതുകൊണ്ട് വേണമെങ്കിൽ മറക്കപ്പെടാം, കവർ ചെയ്യാം. പക്ഷെ ഇതൊന്നും അല്ല ഇതിന്റെ കാര്യം. ഈ പെൺകുട്ടി സംശയം ദിലീപിനെ ഉണ്ടെന്ന് പറയുകയും ഇവരെ പിടിക്കപ്പെടുമ്പോ ഇവരെ ശരിയാണ് ദിലീപാണെന്ന് പറയുകയും ചെയ്ത അവസ്ഥ എന്നായിരുന്നു. അവിടെ പൊളിഞ്ഞു. അത് വേറെ കാര്യമുണ്ട്. ഇവര് നമ്മള് ഏതൊരു കുറ്റകൃത്യം ചെയ്താലും ഒരു തെളിവ് അവശേഷിക്കുക പാലിച്ച വരികയും പ്രകൃതിയുടെ നിയമമാണ്.
ഇപ്പൊ നമുക്ക് പോയിന്റിലേക്ക് വരാം. ഞാൻ ഈ കുറ്റപത്രം വായിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ ഞാൻ ഇന്നലെ 6500 രൂപ കൊടുക്കണം. അപ്പം ഇതിനകത്ത് ഇംഗ്ലീഷിലായതുകൊണ്ട് നമ്മുടെ പൊതുസമൂഹത്തില് എല്ലാവർക്കും ഇംഗ്ലീഷ്, എനിക്ക് വലിയ ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല, എന്നാലും പൊതുസമൂഹത്തില് ഇംഗ്ലീഷ് അറിയാത്തവരുണ്ടാവും. മലയാളത്തിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ഒന്നാമത്തെ ഈ കോടതി പറഞ്ഞത് വെറും ആരോപണം മാത്രമേ ഉള്ളൂ. കോടതിയിൽ ഒന്നും തെളിയിക്കാൻ പറ്റില്ല. രണ്ടാമത് കോടതി പറഞ്ഞത് ഈ കൊട്ടേഷൻ നൽകുന്നല്ലേ, അപ്പൊ അതിന്റെ പിന്നിൽ പണമല്ലേ, പണം നൽകിയതിന് ഒരു തെളിവില്ല. അതായത് ഇവര് ആദ്യം നമ്മളോട് പറഞ്ഞ് 20,000 കൊടുത്തത്, അല്ലെ 25,000 പോലീസ് നമുക്ക് വെളിയിലേക്ക് വിട്ടതാ. വെളിയിലേക്ക് വിട്ടതെന്ന് അറിയോ? വെളിയിൽ ഒരു നറേഷൻ ഉണ്ടാക്കി ഒരു പൊതുബോധം ഉണ്ടാക്കാൻ അത് ചാനലുകളിൽ കൂടി അവർ വിട്ടത്. അത് എന്നോടൊരു വക്കീല് പറഞ്ഞു വളരെ കറക്റ്റാ. എന്നോട് ഹൈക്കോടതിയുടെ വക്കീല് പറഞ്ഞു, അത് ഞാൻ ആദ്യം പോലെ ശ്രദ്ധിച്ചപ്പോ, ബുദ്ധിയുള്ളവരുണ്ടല്ലോ ഇവിടെ, ശ്രദ്ധിച്ചപ്പോ ഒരു വെളിയിലേക്ക് സാധാരണ ഒരു കേസ് വിടത്തില്ല. ഒരു കാര്യം പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തുനിന്ന് ഈ അവരുടെ ഭാഗത്തുനിന്നാണല്ലോ ഈ വെളിയിൽ വരുന്നത്. ഇത് വെളിയിൽ വിടാനുള്ള പ്രധാന കാരണം ഇവരിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അതായത് പൊതുബോധം സൃഷ്ടിക്കുക, അങ്ങനെ കോടതിയെ പ്രഷറൈസ് ചെയ്യുക. അപ്പൊ എന്നിട്ട് ഇത് പെൺകുട്ടിയുടെ ഒരു പ്രശ്നമല്ലേ, എന്നിട്ട് ചാനലുകളെല്ലാം വന്ന് ജനങ്ങളെല്ലാം ജനങ്ങളെല്ലാം എതിരാക്കുക. ആ എതിരാക്കിയിട്ട് വരുന്ന സമയത്ത് കോടതിയിൽ ഒരു വിധി വരുമ്പോ കോടതി മിക്കവാറും ഈ സോഷ്യൽ പ്രഷറിനെ നമ്മുടെ ഏതോ ഒരു സീനിയർ വക്കീൽ പറഞ്ഞില്ല, പത്രമാധ്യമങ്ങളെ കോടതിയെ ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അതിൽ നിന്നൊക്കെ അതീതമായിട്ടാണ് ഇവർ ചെയ്തത്. ബെഞ്ചി നമുക്കൊരു സല്യൂട്ട് ചെയ്താൽ പറ്റുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞു നിങ്ങൾ പൊതുസമൂഹത്തോടെ ഇത് പറയണമെന്ന് പറഞ്ഞു. കാരണം ഇതൊരു വലിയ പാഠമാണ്. കാരണം ഇങ്ങനെയാണ് ജഡ്ജിമാർക്ക് നല്ല വിധി പറയാൻ പറ്റത്തില്ല, അവർ പേടിക്കും. പിന്നെ തീർച്ചയായിട്ടും കാര്യം വെളിയിലിറങ്ങി അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവർ കല്ലെടുത്തെറിയോ സംശയിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് രണ്ടാമത് പണം കൊടുത്തതിന് തെളിവില്ല. കേട്ടോണം, പ്രേക്ഷകർ കേട്ടോണം കേട്ടോ. ഈ കൊട്ടേഷന് പണം കൊടുത്തതിന് തെളിവില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവരിപ്പോ പുതിയൊരു നറേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചാനലുകാരനെ ഇപ്പൊ ചമ്മി നിൽക്കുക. ഇവരിപ്പോ പറയുന്നത്, അതായത് പബ്ലിക് പ്രോസിക്യൂട്ടർ വീഴ്ചയായിട്ട് കോടതി പറയുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ മുമ്പിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് കണ്ടെത്തും തെളിവോട്ട് കൊടുത്തെങ്കിലല്ലേ ഉള്ളൂ വീഴ്ചയാണോ മറ്റൊന്ന് പറയാം. അപ്പൊ ഇവര് പോലീസ് കൊടുക്കത്തില്ല. കാരണം പോലീസിനെ സംബന്ധിച്ചോളം ഇത് കള്ള പരാതികളും കള്ള ആരോപണവും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഇതിനകത്തൊരു ദൈവം എന്നൊരാള് അല്ലെ ഈശ്വരൻ എന്നൊരാളിൽ തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് പക്ഷെ ദിലീപല്ലേ വേറെ ആരാണെങ്കിലും ഞാനാണ് പെട്ടുപോകാൻ. അല്ല ഇതിനകത്ത് എനിക്ക് ഒരുപാട് ദൈവാനുഗ്രഹമുണ്ട്. ചില അബദ്ധങ്ങൾ അയാളുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ദൈവാനുഗ്രഹമുണ്ട്. കാര്യം വെച്ചാല് 2017 ഏപ്രിൽ 18 കുറ്റപത്രം കൊടുത്ത ഒരു കേസിനകത്ത് 12-ാം തീയതി ഇവൻ പണം ചോദിച്ചു ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് ഈ ആ മാസം തന്നെ 22-ാം തീയതി ചാർജ് കൊടുത്തൊരു കേസാ. കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ രാമപിള്ളയെ പോലെയുള്ള പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് അത് ഡിഫൻസിന്റെ പ്ലസ് പോയിന്റ് ആയിട്ട് കൊണ്ടുവന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു തൊണ്ടേ കൊടുക്കുമെന്ന് ചോദിക്കും. പക്ഷെ മറിച്ച് ഞാൻ ചോദിക്കുന്നത്, എനിക്കൊരു ഒരു ഭീഷണി കത്ത് ലഭിച്ചതിരിക്കും. ഞാൻ ആ ഭീഷണി കത്ത് മിണ്ടാതിരുന്നാൽ ഇവര് പറയാൻ പറഞ്ഞാൽ ഇവൻ ചെയ്തോണ്ടാ മിണ്ടായിരുന്നു പറയും. അല്ല അത് അതിനകത്ത് BJPക്ക് നേരിട്ട് അറിയിച്ചു, 3 പ്രാവശ്യം അറിയിച്ചു, മെയിലും മുഖേനൊക്കെ. അപ്പം ഒന്ന് ആദ്യമായി കൊടുക്കുന്ന രഞ്ജിത്ത്, നമ്മുടെ രാകേഷ്, ഇപ്പോഴത്തെ പോലീസ് അതോറിറ്റി പ്രസിഡന്റ് രഞ്ജിത്തുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇവരാണ് ആദ്യം കൂടെ ദിലീപിന് ഇത് കൊടുത്തത്. അപ്പം ഇയാളെ ഇന്നസെന്റ് ആണ്ടാ കൊടുത്തത്. അല്ലെങ്കിൽ ഇയാളിലേക്ക് ഒരു ശ്രദ്ധ വരുന്ന കണ്ട ഒരു കേസാണ് ഇയാളെ കൊടുക്കത്തില്ല. പക്ഷെ സാർ അത് കൊടുത്തിട്ടും ജൂൺ 14 വരെ പോലീസ് അനങ്ങിയില്ലല്ലോ. അനങ്ങിയില്ല. കാരണം അറിയോ അപ്പൊ അതെന്താണ് ഭയങ്കര നാടകമാണ്. അപ്പൊ ഈ ദിലീപ് അങ്ങനെ ഭയപ്പെട്ടിട്ടാണെങ്കിലും കൊടുത്തിട്ട് അവരനങ്ങിയിട്ടില്ല. പിന്നെ ഇതിനകത്ത് അപ്പുണ്ണിയെ വിളിച്ചെന്ന് പറയുന്നു, നാദിർഷയെ വിളിച്ചെന്ന് പറയുന്നു. ഈ 2017 ഈ ഫെബ്രുവരി 17 മുമ്പ് ഇവരെ ആരെയും വിളിച്ചിട്ടില്ല, ഇവന്റെ കോൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. അത് അല്ല ഇതിനകത്ത് ഏത് രസം അറിയോ, ഇവര് രണ്ടാമത് പറഞ്ഞാണ് കോടതി പ്രേക്ഷകർ വീണ്ടും ശ്രമിക്കുക. പോയിന്റിലേക്ക് വരുന്നിടയ്ക്ക് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. അടുത്തൊരു പ്രശ്നം അറിയോ, ജയിലിൽ നിന്ന് ഫോൺ വിളിച്ചെന്ന് പറഞ്ഞാൽ തെളിവില്ല. ജയിലിൽ നിന്ന് ഫോൺ വിളിച്ചെന്ന് പറഞ്ഞാൽ തെളിവില്ല. മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയ ജയിലിൽ 36 ക്യാമറ മറ്റുണ്ട്. ഈ ഒരു ക്യാമറ വർക്ക് ചെയ്തില്ല, മനഃപൂർവ്വമാണ്. അല്ലല്ല, ഇത് ഇവൻ ഫോൺ ചെയ്യുന്ന ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവനെ വിസിറ്റ് ചെയ്യാൻ വന്ന ആരുടെ ഫോൺ മേടിച്ച് സംസാരിച്ചതിന്റെ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് നിവരുത. കാര്യം വെച്ചാല് ഈ പിന്നെ കറപ്ഷൻ പ്രിസൺ കറപ്ഷൻ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് 2010-2014 അനുസരിച്ച് ഈ കത്ത് എഴുതുന്നതിനും ഫോൺ ചെയ്തതിനൊക്കെ മാർഗനിർദ്ദേശങ്ങൾ പിന്നെ കൊടുത്തിട്ടുണ്ട്. ആക്ടിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ആ കറപ്ഷൻ നടക്കാതിരിക്കണം. അപ്പൊ അവിടെ വെച്ച് ഒരു പേപ്പർ ഒന്നും ചുമ്മാ ചോദിച്ചാൽ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടസൂചി എങ്ങനെ ജയിലിന് പുറത്ത് നടക്കാൻ പറ്റുമോ? ഷാജി കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ അറിവ് അതിനകത്ത് ഉണ്ടായിരിക്കണം. രണ്ടാമത് ഈ വിപിൻലാൽ എന്ന് പറഞ്ഞ ആളെ നിർബന്ധിച്ചെഴുതിയെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് അവനെ മാപ്പസാക്ഷിയാക്കാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ട് തിരിച്ചു പോയി, നിന്നെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ് വരട്ടിയിട്ടായിരിക്കാം അവൻ തിരിച്ചു പറഞ്ഞു. അല്ല, പോലീസ് നമ്മുടെ ജയിലിൽ കിടക്കുന്ന ഒരാള് എന്തിനും തയ്യാറാവും. പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ എന്തും പറയുന്നു.
പിന്നെ പൾസർ സുനി സംസാരിച്ചു, അപ്പുണ്ണോട് സംസാരിച്ചു എന്ന് പറയുന്നത് ഈ വന്ന ഒരാളുടെ ഫോണിൽ സംസാരിക്കുന്നത്. അപ്പൊ ആ ആളുടെ ഫോണോ അതിന്റെ സിം കാർഡ് IMEI നമ്പർ എല്ലാം വെച്ചിട്ട് ഈ സംഭവം എടുത്തിരുന്നെങ്കിൽ ഈ കേസ് ആരിലേക്ക് അന്ന് നീളാമായിരുന്നു അന്വേഷണം. ഇത് അതാരറിയോ, ഇതിനകത്തിപ്പോ ഫോൺ വിളിച്ചതിന് രേഖയില്ല. അതായത് ഇവരൊരു വലിയ ഒരു തിരക്കഥ എഴുതിക്കൊണ്ട് കൊടുത്തു, തെളിവ് ഇതിന്റെ ഉപോത്ഭവമായി കൊടുക്കാൻ ഇവർക്ക് പറ്റിയില്ല. കാരണം ഇത് കള്ളക്കഥയായിരുന്നു. ഇതിനകത്ത് പോലീസ് ഉൾപ്പെടുന്ന ഒരു വിഭാഗം ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ളൂ തുടക്കത്തില്. ഇത് നടി ആക്രമിക്കപ്പെടുന്നതിന് മുമ്പ് എന്റെ അനുമാനമാണ്. ഇപ്പൊ ഞാൻ ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കി കിട്ടുന്ന അതിനകത്തൊന്നുണ്ടല്ലോ, ഈ വരികൾക്കിടെ കൊണ്ടല്ലോ പോലീസ് ഉൾപ്പെടുന്ന എല്ലാ പോലീസും, കേരളത്തിലെ എല്ലാ പോലീസും മോശമെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് 3-4 പോലീസ് വലിയ ഉയർന്ന ഉദ്യോഗസ്ഥര് ഇതിനകത്തൊരു വലിയ തിരക്കഥ ഉണ്ടാക്കിയിട്ട് ഇവരെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു ട്രാപ്പായിരുന്നു. തീർച്ചയായിട്ടും ഇവരെല്ലാം കൂടെ കൂടി, ഈ നടിമാരുണ്ട്, ഇവരെല്ലാം കൂടി ഒരു ട്രാപ്പാണ്. ഇപ്പൊ നമ്മുടെ എന്നെ അത്ഭുതപ്പെടുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് ആരാന്ന് അറിയണം. പക്ഷെ ഇവരാരും അങ്ങോട്ട് ഫോക്കസ് ചാനലുകാരൊക്കെ വിട്ടു. ചാനൽ വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ഇത്ര ശക്തമായ നിലപാടെടുക്കുമെന്ന് ആരും വിചാരിച്ചു കാണുകയല്ല. ഇനിയിപ്പോ എന്നെ ചർച്ച, എനിക്കിത് അറിയാവുന്ന എന്റെ ചർച്ചയ്ക്ക് വിളിക്കത്തില്ല, മണ്ടന്മാരെ വിളിക്കത്തുള്ളൂ. ഇവര് പറയാം കാക്കയെ കണ്ടോ, കാക്കയ്ക്ക് കണ്ട വെള്ളം നിറവാന്ന് പറയുമ്പോൾ അവിടെ അപ്പം തിരിക്കുന്ന പറയും അയ്യോ എന്നാ വെള്ളയാന്ന് പറയും. അങ്ങനെ വളരെ അവർക്ക് മതി. സാറേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് വെച്ചാല് ആ TV മിനി എന്ന് പറയുന്ന ആള് ഈ വിധി വരുന്നതിന്റെ 2 ദിവസം മുമ്പ് TV ചാനലിന് ഇത് കൊടുത്തു, എനിക്ക് ജീവന് തന്നെ ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. അവര് ഈ മിനിഞ്ഞാന്നൊരു ഇന്റർവ്യൂ പറയുന്നു, ആ കോടതിയിൽ എന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പ്രോസിക്യൂഷൻ അനുവദിച്ചില്ല. അതായത് കോടതിയിൽ TV മിനി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. കോടതി എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ ഞാൻ എന്ത് വിധി പറയുന്ന ദിവസം പോണം, എന്റെ ബഹിഷ്കരണമായിരുന്നു അതെന്ന് പറയുന്നു. അപ്പൊ ചുമ്മാ ഇരുന്ന ആളെ കൊല്ലു ആരെങ്കിലും, ചുമ്മാ ഒന്നും പറയാത്ത ഒരാളെ ആരെങ്കിലും കൊല്ലും. അതിനാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവർക്കെല്ലാം ഈ ഫേസ് വാല്യൂ കുറെ കേസുകളൊക്കെ കിട്ടണം. അതിനകത്ത് ഏറ്റവും രസകരം എന്ന് പറഞ്ഞാല് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. ഇതൂടെ പറയാം, ഈ ഞാനൊന്നും പറയുന്നില്ല, അതിജീവിതം അങ്ങനെ ഒരു വക്കീലിനെ ആക്കിയിട്ടില്ല. പിന്നെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ ഒരു ഹെൽപ്പ് എന്നൊക്കെ. ഇതിനകത്തൊരു പ്രശ്നം അറിയാം, TV ഒരു പ്രസ്താവന ഉണ്ട്. അപ്പൊ അത് അടുത്ത ദിവസം കേസ് വരും, അരണക്കാരനെ വിളിച്ച അവര് എന്തോ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇവര് പ്രസ്താവന ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. അതിജീവിതം ഇവർക്ക് സ്നേഹം, ഇവർക്ക് അവരെ മുതലെടുക്കാൻ അത്രയുള്ള ഫേമസ് ആണ്, 10 കേസ് കിട്ടും. എന്താ അവര് പറഞ്ഞറിയോ? എന്താ പറ. ദിലീപ് ബലാത്സംഗം ചെയ്താലും ഞാൻ വീഡിയോ കണ്ടില്ല, ഞാൻ കണ്ടില്ല വീഡിയോ. അതായത് ദിലീപ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ ബലാത്സംഗം ചെയ്താലും ആ നടിക്ക് കുഴപ്പം. ശരിക്കും പറഞ്ഞാല് ഈ കേരളത്തിലെ ആൾക്കാർക്കല്ല ഇവരെ അറിയാവുന്നത് കുഴപ്പമില്ല. ഇപ്പൊ ദിലീപിനോട് കേരളത്തിലെ ആൾക്കാർക്ക് ഒരു വിരോധം മനസ്സിലുള്ളത് എപ്പോഴാണ് ഞാൻ പറയാം. കാരണം പറയാം, നമ്മൾ ഈ കോളേജ് പഠിക്കുമ്പോൾ സുന്ദരികളായ പെൺകുട്ടികളെ ആരെങ്കിലും പ്രേമിക്കുന്നു, നമുക്ക് ആ പ്രേമിക്കുന്നതോട് ചെറിയൊരു നമുക്കെല്ലാം ഉണ്ടോ, നമ്മൾ കോളേജ് പഠിച്ചോരാ. പിന്നെ ദിലീപ് കാവ്യമാധവനോട് അന്ധമായ ഇഷ്ടമാണ്. സോറി, കാവ്യമാധവൻ അല്ല, നമ്മുടെ മഞ്ജു വാര്യരോട് അന്ധമായ ഇഷ്ടം കേരള ജനതയ്ക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഇവര് വിവാഹം കഴിച്ചു. ഇവര് തമ്മിൽ വേറെ പിരിഞ്ഞപ്പോ മഞ്ജുവിനോടൊപ്പം കേരളത്തിലെ മനസ്സ് പോയി. ഞാൻ പറയാം, അതൊരു സൈക്കോ, അത് ഈ കേസൊക്കെ വരുന്ന മുമ്പുള്ള കാര്യം. മഞ്ജു വാര്യരോടൊപ്പം ഈ ആൾക്കാർക്ക് ഒരു മഞ്ജുവിനോടാണ് കൂടുതൽ ഇഷ്ടം തുടങ്ങിയത്. ദിലീപിനോട് കൊച്ചുകുട്ടികൾക്കൊക്കെ ആയിരുന്നു ഇഷ്ടം, അതെ പിള്ളേർ സെറ്റ്. അത് കഴിഞ്ഞപ്പോ ഇവര് ഡൈവേഴ്സ് ആയപ്പോ മഞ്ജുവിനോട് ഇഷ്ടം കൂടുകയും അത് കഴിഞ്ഞപ്പോ തന്നെ കാവ്യമാധവൻ വിവാഹം കഴിക്കുകയും ചെയ്തപ്പോ സ്വാഭാവികമായും ഒരു മാനസിക അകൽച്ച ദിലീപിനോട് ഇവിടുത്തെ മലയാളിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, ഇത് ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ അകൽച്ച വന്നിട്ടുണ്ട്. പക്ഷേ ഈ കേസിലേക്ക് വരുമ്പോ ഈ കേസ് കൊണ്ട് ഉദ്ദേശിച്ചത് 2 ലക്ഷ്യമാണെങ്കിലും 1 ലക്ഷ്യം സാധിച്ചു. ഈ ദിലീപ് എന്ന് പറഞ്ഞ നടനെ പരിക്കേൽപ്പിക്കാൻ പറ്റും, ഇമേജ് കളഞ്ഞു. ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, നമ്മുടെ ഇവിടെ ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നവരുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നത്. ഈ കമന്റ് ബോക്സിലൊക്കെ ചിലർ വന്നിട്ട്, കാരണം അവരുടെ അവരുടെ അജ്ഞത കൊണ്ടാണ്. തന്നെയല്ല, ഇത് അങ്ങനെ ഒരു ബോധം സൃഷ്ടിച്ചെടുത്താണ്. അത് 8 വർഷം ജോർജ് കുട്ടി ഓഗസ്റ്റ് 2. ജോർജ് കുട്ടി ഓഗസ്റ്റ് 2, അത് തന്നെ നമ്മുടെ ദൃശ്യം അതൊരു സൈക്കോളജിയിൽ മൂവാ. പിന്നെ അതിനകത്തുള്ള കാര്യം, ഈ ഏറ്റവും രസകരമായ അടുത്ത പോയിന്റിലേക്ക് വരാം. ജനങ്ങളെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പറയുന്നുണ്ട്, പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് ഒത്തിരി എപ്പിസോഡുണ്ട്, പാർട്ട് 1, 2 വട്ടം ഞാൻ പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾ കാണണം. ലളിതമായ ഭാഷയിലാണ് പറഞ്ഞത്. ഞങ്ങൾ ഇംഗ്ലീഷൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്കറിയാം, അറിയാത്തവരില്ലേ, നമുക്കാണ് വലിയ പിടിയില്ലല്ലേ. ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഉള്ളത് ഈ സാക്ഷികളെ ഇവർ ഹാജരാക്കിയത് ഒന്നും പ്രോപ്പർ അല്ല എന്ന് പറഞ്ഞാൽ, ഇത് നേരിട്ട്, അതായത് ഡയറക്റ്റ് സാക്ഷി വരാത്തില്ല. ഇവര് പറഞ്ഞില്ലേ ഡയറക്റ്റ് സാക്ഷികൾ വരാറുമില്ല. 261 മൊത്തം സാക്ഷി, അതിലെ 27 പേര് മാറി. അവര് കാശ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു, നിങ്ങൾ പറയാം കാശ് മേടിച്ചാണോ കാവ്യമാധവൻ പറഞ്ഞത്? ഭാര്യ അനുഭവം അനിയല്ലേ. ഇവരങ്ങനെ നറേഷൻ കൊടുത്തപ്പോ ആൾക്കാർ പറഞ്ഞു, അപ്പൊ ആൾക്കാരെ അവരോട് കണക്ട് ചെയ്യാൻ അറിയാം.
ദിലീപ് കാശുകാരനല്ലേ? അതെ. അപ്പൊ അത് കാശ് കൊടുത്ത് മറിച്ചു. അതായത് ആരെയാ? ഭാര്യയും അമ്മാവനെയും അളിയനെയും ഒക്കെയാ. ഏതാ? ഇതിനകത്ത് ഈ ഇവര് കൊണ്ടുപോയി ജംബോ സാക്ഷി. അപ്പൊ എന്നോട് അത് ഹൈക്കോടതിയിലെ വക്കീൽ ഈ ജംബോ സാക്ഷി കാണുമ്പോ അറിയാത്തൊന്നുമില്ല. വക്കീലുമാർക്ക് അറിയാം. പിന്നെ ശരിക്കും രണ്ടാമൂന്നോ ശരിക്കും സാക്ഷി മതി. ഒരാള് മതി. ഇല്ലേ? ഒരാളല്ല, ഞാൻ ഒരു സ്റ്റേജിലും ഒരാൾ മതി. അപ്പൊ അതൊന്നും ഇവർക്ക് ഹാജരാക്കാൻ പറ്റില്ല. അതായത് ഇത് കള്ളത്തരമായിരുന്നു. തുടക്കം മുതൽ ഇത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടാണ് ഇത് ആരംഭിച്ചത്. ഇതിനകത്ത് നമ്മളെ ഈ CRPC 164 സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റ് കോടതിക്ക് കൊടുത്തിട്ട്, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തിട്ട് മാറിയെങ്കിൽ മാത്രമേ കോടതിക്ക് സാക്ഷികൾ കൂറുമാറിയതായിട്ട് പറയാൻ പറ്റൂ. കാര്യം പോലീസ് പലപ്പോഴും അവർ കേസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ പലതും എഴുതി വെച്ചിട്ട് സായികുമാർ പറഞ്ഞത്. സായികുമാറിന്റെ വൈഫ് ബിന്ദു പണിക്കരെ ഏതാണ്ടൊക്കെ കൊണ്ട് നിറച്ചെഴുതിയപ്പോ സായികുമാർ നിനക്ക് അറിയാവുന്ന മാത്രമേ പറഞ്ഞുള്ളൂ. അതെ, അത് കാര്യം ഇപ്പൊ കൺഫ്യൂഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ ചില പ്രതികളുടെ ഇവർ എഴുതി ഉണ്ടാക്കിയിട്ട് കൂട്ടുപ്രതികളെല്ലാം പലയിടത്തും കേസിന് ബലം കൂട്ടാൻ ഇവരെ ഉണ്ടാക്കിയിട്ട് പറയാം മറ്റവൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഓട്ടോമായിട്ട് മറ്റവൻ പാനിക്കാവും. അപ്പൊ അവൻ ഒറിജിനൽ പറയും. അപ്പൊ ഇവൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ അവന്റെ ചെല്ലും. ഇങ്ങനെ തെളിയിക്കുന്ന ഒരു നല്ല രീതി പോലീസിലുണ്ട്. പക്ഷെ അത് സാക്ഷിമൊഴിയിലും ട്രാപ്പാണ്. അത് അവർ നല്ല ഉദ്ദേശത്തോടെയാണ് പോലീസ് ചെയ്യുന്നത്. കാര്യം കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കുറ്റകൃത്യം തെളിയിക്കാനായിട്ടുള്ള എളുപ്പമാർഗങ്ങൾ ഒന്നായിട്ട് പറയും, നിന്റെ കൂട്ടുപ്രതി ഇന്നത് സംബന്ധിച്ചിട്ടുണ്ട്, ചോദ്യം ചെയ്തു ആ പ്രതി കൊണ്ട് അവൻ എഴുതി തന്നിട്ടുണ്ടോ എന്ന്. അപ്പൊ ഇതിനകത്ത് സാക്ഷികളിലും ഇപ്പൊ ഇവരിത് പ്രയോഗിക്കാൻ തുടങ്ങിയിരിക്കും. സാക്ഷികൾ പോലീസിനോടൊത്ത് മൊഴി കോടതി ചെല്ലുമ്പോൾ മാറ്റി പറഞ്ഞെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാര്യം ഞാൻ പറഞ്ഞെങ്കിൽ പറഞ്ഞാൽ മതി കോടതി. അത് മാത്രമല്ല, കോടതി വെച്ചല്ലേ നമ്മൾ പേടിയില്ലാതെ പറയുന്നത്, നിർഭയമായി പറയുന്നത് അല്ലെ? ഇതിനകത്ത് അടുത്തൊരു പോയിന്റാണ് ഈ കേട്ട ശേഷം ഇവരിപ്പോ ഈ ബാലേന്ദ്രകുമാറിന്റെ ഒരു സംഭവം പറഞ്ഞ് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം അല്ലെ? അടുത്ത കഴിഞ്ഞ അടുത്ത എപ്പിസോഡ് അടുത്ത് പറയാം. ബാലേന്ദ്രകുമാറിന്റെ ഒരു സംഭവത്തോടെ നമ്മൾ ബാലേന്ദ്രകുമാറാണല്ലോ കേസിൽ രണ്ടാമത്തെ കാരണക്കാരൻ. ഈ ആള് ദിലീപുമായി ബന്ധമുണ്ട് എന്ന് ഇവർക്ക് സ്ഥാപിക്കണം. അതാണ് ബാലേന്ദ്രകുമാർ എൻട്രി. ബാലേന്ദ്രകുമാറിനെ എൻട്രി വെച്ചത് രണ്ട് കാരണങ്ങളാണ്. എന്നോട് ഷാജി സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. ഷാജി ഇത് വീക്ഷിക്കുന്ന ആളല്ലേ. ഒന്ന്, ഇതിനകത്തുള്ളത് ബാലേന്ദ്രകുമാർ സുനിയും സോറി നമ്മുടെ ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ. രണ്ട്, ദൃശ്യം ദിലീപിനുണ്ടെന്ന് സ്ഥാപിക്കണം. ഈ രണ്ട് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നുള്ളൂ ആർക്ക്? ബാലേന്ദ്രകുമാർ. അത് തർക്കമില്ല. അല്ല, ഉണ്ടെങ്കിൽ അതിനകത്ത് ഷുവറായിട്ടും ഈ രണ്ട് കാര്യവും എൻട്രിയുടെ ഉദ്ദേശം അതെ. അതില് പൊളിഞ്ഞു പോയത് ഈ ആ പൊളിഞ്ഞു പോയപ്പോൾ പറഞ്ഞ് നമുക്കിവിടെ അവസാനം ഞാൻ വായിച്ചിട്ട് മനസ്സിലാക്കിയതാ. ചാലിയാര് പറഞ്ഞല്ല, ചാലിയാര് അവര് വേറെ വഴിക്ക് പോവാ. സുനി സുനിയൻ ജനുവരി കേട്ടോണം, ജനുവരി 3-ാം തീയതി കണ്ടു. ഡേറ്റ് 2-ആണോ 3-ആണോ? 2-ആണോ 3-ആ ഞാൻ നോക്കി പറയാം. പ്രേക്ഷകർ ശ്രദ്ധിക്കണം കേട്ടോ, ചെറിയ ഡേറ്റ് വ്യത്യാസം വരും. ഇത് കണ്ടല്ലോ അല്ലേ എന്റെ പൊന്നെ. അപ്പം പോലീസ് ദിലീപിന്റെ വക്കീല് നോക്കുമ്പോ തന്നെ ഇവൻ എവിടെയാ അറിയും? ഗോവയില് ഒരാഴ്ച പൊളിഞ്ഞു. പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ന ദിവസം കൃത്യമായി ഞാൻ ദിലീപിന്റെ വീട്ടിൽ ആരെ കാണുന്ന പൾസസിനെ കണ്ടു എന്ന് ബാലേന്ദ്രകുമാർ പറയുമ്പോൾ വിധിപ്രകാരത്തിൽ പറയാണ് ആ സമയത്ത് പൾസസിന് എവിടെയായിരുന്നു? ഒരാഴ്ച കാലം എവിടെയായിരുന്നു? ഗോവയിലായിരുന്നു. കണ്ടോ ബാലേന്ദ്രകുമാർ പൊളിഞ്ഞോട്ടെ. ഇനി അടുത്തൊരു സംഭവം, ബാലചന്ദ്രകുമാർ പറയുകയാണ് ദിലീപിന്റെ വീട്ടിൽ നിന്ന് ദൃശ്യം കണ്ടു. അതിപ്പോ നമുക്ക് കോമൺ സെൻസിൽ കോമൺ അമ്മ, പെങ്ങള്, ഭാര്യ, കുഞ്ഞ്, ദിലീപിന് അനിയും ഭാര്യയ്ക്ക് ഇരുന്ന് കാണാൻ പറ്റിയ ദൃശ്യമല്ലല്ലോ. നല്ല സിനിമയെ കാണാം. ഇത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഈ ദിലീപിന്റെ വീട്ടിലെ എല്ലാ ഫോണുകളും ലാപ്ടോപ്പും എല്ലാ ഹാർഡും എല്ലാ ഉപകരണവും പരിശോധിച്ചു. അതിലൊന്നും കണ്ടതായിട്ടൊരു രേഖയില്ല. മനസ്സിലായോ? അതിനകത്ത് പൊളിഞ്ഞുപോയി. അല്ല, അതിലൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ദിലീപിന്റെ കയ്യിൽ രേഖ, അതിനാണ് ഇവർക്ക് ഇത് കിട്ടിയത്. ഏതാ ഈ കേസ് പഠിക്കാൻ വേണ്ടി ഇവര് റൂട്ട് മാപ്പ് ഉണ്ടാക്കി. അല്ല, അത് അങ്ങനെ എല്ലാ മിടുക്കന്മാരും വക്കീലും ആ മഹസറി പറയുന്ന സ്ഥലത്തൂടെ സഞ്ചരിച്ച് ഈ മഹസറി ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യും. അപ്പൊ കോടതിയിൽ അത് വെച്ചുകൊണ്ട് ഇത് ചെയ്യാനായിട്ട്. ഇപ്പൊ സൂര്യനെല്ല് കേസില് ഈ ടി ശശിധരന്റെ കോടതി കണ്ടെത്തിയത് ഇവരെല്ലാം കുറ്റക്കാരാണെന്ന് പറഞ്ഞു. 36 പ്രതികൾ ഉണ്ടായിരുന്നു. അതിനകത്ത് 3 പേരെ വെറുതെ വിട്ടു. ബാക്കി എല്ലാവരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. ഇത് ഹൈക്കോടതിയിൽ ആർ ബസന്തും ജസ്റ്റിസ് അഹമ്മദും കൂടെ ഉള്ള ഡിവിഷൻ ബെഞ്ചിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവര് എടുത്ത 3 പേരെ വെറുതെ വിട്ടതിനകത്ത് ഉള്ള ആ കേസിനകത്ത് ഒരു ഇത് എടുത്തിട്ടാണ് വരുന്നത്. അതായത് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ധമരാജനും ഈ അതിജീവിതയും കൂടെ ഇറങ്ങി
കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ഇവര് പിന്നെ കസ്ബ പോലീസ് സ്റ്റേഷന് മുമ്പിലുള്ള ലോഡ്ജ് വരെ നടന്നുപോയി. ആ ലോഡ്ജിൽ ഈ പെൺകുട്ടിയെ റിസപ്ഷനിൽ ഇരുത്തിയിട്ട് മറന്നു പോയ ബാഗ് എടുത്തോണ്ട് വരാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ പോയി ധർമ്മരാജൻ ഈ ബാഗ് എടുത്തോണ്ട് വന്ന് ഈ ലോഡ്ജ് വരുമ്പോൾ ഈ കുട്ടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിനുശേഷം രക്ഷപ്പെടായിരുന്നു, കസ്ബ പോലീസ് സ്റ്റേഷനിലേക്ക് കയറാമായിരുന്നു. ആണ്. അപ്പൊ ഇത് പെൺകുട്ടിയുടെ സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു എന്ന് കോടതി സമർത്ഥിച്ചു എന്നും പറഞ്ഞാണ് 6 ബസന്തും അഹമ്മദും കൂടെ കൂടി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് വെറുതെ വിടുന്നത്, ബാക്കി പ്രതികളെ. അത് ഈ 2013 നിർഭയ കേസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ കേസ് പ്രത്യേക പരിഗണന നൽകി എടുത്തു. നേരെ ഇത് പുനഃപരിശോധിക്കണമെന്നും പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് അയക്കുന്നു. ടി ആസിഫ് അലിയാണ് ഇതിന്റെ DG. അപ്പം ഈ വാദം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് 16 വയസ്സുള്ള ഒരു കുട്ടിയുടെ സമ്മതമായിട്ട് കണക്കാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. പ്രായപൂർത്തിയാകാത്തുണ്ട്. പക്ഷെ മറിച്ച് പോക്സോടെ ഇതല്ല, ഇതിനകത്ത് ഇപ്പൊ അവരോട് സമ്മതിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രലോഭിപ്പിച്ചു അങ്ങനെയൊക്കെയുള്ള നിർവചനമായിരിക്കും. പക്വതയായിട്ട് പറയും. അപ്പൊ ഇതിപ്പം ഇതിനകത്ത് അങ്ങനെ ഒരു സാധനം അവർക്ക് പറയാൻ പറ്റത്തില്ല. ഇനി നമുക്ക് അടുത്ത പോയില്ല. അപ്പൊ ജനങ്ങൾക്ക് പ്രേക്ഷകരോട് വീണ്ടും വീണ്ടും പറയുന്നതിൽ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങൾക്ക് ലളിതമായ ഭാഷയിൽ നിങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഈ കേസ് പഠിച്ചു വെക്കാനുള്ളത് ഇനി ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് വേണ്ടിയിട്ടാണ്. മാത്രമല്ല സമൂഹം ഇത് അറിയണം. അതുകൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടു. ഇനിയിപ്പോ നമ്മൾ ഇതിനകത്ത് സംസാരിച്ചിട്ട് ഞങ്ങൾ പറയുന്നതിന്റെ പേരിലോ എന്തെങ്കിലും ഗുണം ഉണ്ടാവും എന്നല്ലെങ്കിൽ ദിലീപിന് ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഗുണം ഉണ്ടാകാൻ പറയുന്നതല്ല, മറിച്ച് നിങ്ങൾ അറിയണം, നമ്മൾ അറിയണം. നമുക്ക് നാളെ ഒരാൾക്ക് നിങ്ങളാകരുത് നാളെ ഇങ്ങനത്തെയുള്ള ഒരു എന്താ പറയാ അല്ലെ ഒരു അല്ലെ പിന്നെ തീർച്ചയായിട്ടും രണ്ട് ഭാഗം ചിന്തിക്കണം. നിങ്ങൾ ഒരു വശം കേട്ട് മാത്രം ഒരു തീരുമാനം എടുക്കരുത്. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ അടുത്ത എപ്പിസോഡില് നിങ്ങളെ കാണണം. പാർട്ട് 2ലേക്ക് വരികയാണ്. എല്ലാ കാര്യവും നിങ്ങൾക്ക് ഇത് മൊത്തം വായിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എല്ലാ കാര്യവും പറയാം. അടുത്ത എപ്പിസോഡ് കാണണം. താങ്ക് യു സോ മച്ച്.